ഈ അന്താരാഷ്ട്ര വാർത്തയോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയും അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സംസാരിച്ചതും ആ സംസാരത്തിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് എന്നിവർക്കൊപ്പം നരേന്ദ്രമോദി സൗഹൃദം പങ്കിട്ടതും ആ സൗഹൃദം പങ്കിടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഒപ്പം കൈപിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നതും ആ സമയത്ത് അരികിൽ നിന്നിരുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കണ്ടില്ല എന്ന ഭാവത്തിൽ രണ്ടുപേരും ചിരിച്ച് പോകുന്നതും അത് നോക്കി ഒരു ഭാഗത്ത് മാറി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിൽക്കുന്നതുമായിട്ടുള്ള രംഗം, ഒരു ഭാഗത്ത് ഇന്ത്യ, ചൈന, റഷ്യ സൗഹൃദത്തിൻ്റെ വലിയ വളർച്ചയുടെ ഭാഗമായിട്ട് അതിനെ കാണേണ്ടി വരുമോ? പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. ഇന്ന് ആ വാർത്തയിലേക്കാണ് നമ്മൾ വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായി സഹകരണ പ്രഖ്യാപനം. അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കണമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു. ഇന്ത്യയുടെ നിലപാടിന് അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ കരുതേണ്ടി വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ സ്പോൺസർ ചെയ്തവരെ, അതിൻ്റെ പ്രായോജകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു. ഭീകരവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കണമെന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടിരുന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. ഈ വാർത്തയോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 25ാമത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സൗഹൃദം പങ്കിട്ട കാര്യമാണ്. മോദിയും പുടിനും ഒരുമിച്ച് വേദിയിലെത്തി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചു എന്ന് വേണം കരുതാൻ. ഷഹബാസ് ഷെരീഫിന് മുന്നിലൂടെ ഇരുവരും നടന്നുപോയി. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ചിത്രം പുറത്തു വരികയും ചെയ്തു. മോദി ഷീ പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു എന്നുള്ള നിലയ്ക്കാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഉച്ചകോടിക്കിടെ ഫോട്ടോ എടുക്കൽ പോലെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നേതാക്കൾ ഒത്തുകൂടിയ സമയത്തായിരുന്നു ഈ ഒരു അകൽച്ച പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോട് പ്രദർശിപ്പിച്ചത്. മോദിയും പുടിനും ഒരുമിച്ച് സംസാരിച്ച് നടന്നു പോയപ്പോൾ അടുത്ത് നിന്ന ഷരീഫ് അത് നോക്കി നിൽക്കുന്ന രീതിയിലുള്ളൊരു ഹ്രസ്വ വീഡിയോ ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. പിന്നീട് സാമൂഹ്യ മാധ്യമമായ എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ രാജ്യത്തലവന്മാർ അണിനിരന്നതിൽ ഷഹബാസ് മോദിയിൽ നിന്ന് വളരെ മാറിയാണ് നിൽക്കുന്നത് എന്നുള്ളതും കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഭീകരതയുടെ ഇരയായ രാഷ്ട്രമാണ്. പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നരേന്ദ്രമോദി സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുൻപ് തിരുവനന്തപുരത്തേക്ക് പോകാം. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. തിരുവനന്തപുരത്തേക്കല്ല നമ്മൾ പോകുന്നത്, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട ശക്തമായിട്ടുള്ള പ്രസംഗ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭീകരവാദത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നൊരു കാര്യമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് ഷാങ്ഹായ് ഉച്ചകോടി അംഗീകരിച്ചിരിക്കുന്നു. സംയുക്തമായൊരു പ്രസ്താവന ഭീകരതയ്ക്കെതിരെ ഉച്ചകോടി ഇറക്കിയിരിക്കുന്നതാണ്. ഇന്ത്യയുടെ നിലപാട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. ഭീകരവാദത്തെ എതിർക്കുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ല. ഇന്ത്യ ഭീകരവാദത്തിൻ്റെ ഇരയാണെന്നുമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയാണ്. ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അത് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് മോദി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. MS സൂചിപ്പിച്ച പോലെ തന്നെ പാക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം എന്നതാണ് ഈ ഏറ്റവും പ്രധാനമായും ഈ പറയേണ്ട ഒരു കാര്യം. ഈ ആ സന്ദർഭത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണമായി വന്നത്. എന്തായാലും കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദത്തിൻ്റെ ആഘാതം അനുഭവിച്ചു വരികയാണെന്നും പറയുന്നു. പഹൽഗാമിൽ തീവ്രവാദത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദുഃഖത്തിൽ ആ മണിക്കൂറുകളിൽ ഒപ്പം നിന്ന രാജ്യങ്ങൾക്ക് നന്ദി എന്നും മോദി ഈ SCO ഉച്ചകോടിയിൽ പറയുകയുണ്ടായി. എന്തായാലും ഷാങ്ഹായ് ഉച്ചകോടി ഈ സംയുക്തമായി തന്നെ ഭീകരതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതാണ് പറയേണ്ട ഒരു കാര്യം. പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ചുകൊണ്ടുള്ളതാണ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഭീകരതയെ അപലപിക്കുന്നു എന്നതാണ് ഷാങ്ഹായ് ഉച്ചകോടി സംയുക്തമായൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും
സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് ഉച്ചകോടി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചെറുക്കണമെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഇന്ത്യയുടെ നിലപാട് അംഗീകരിച്ചിരിക്കുകയാണ് ഷാങ്ഹായ് ഉച്ചകോടി എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിമർശനവും അതോടൊപ്പം തന്നെ ഭീകരക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും. അതിൽ ഷാങ്ഹായ് ഉച്ചകോടി അംഗീകാരം നൽകിയിരിക്കുകയാണ്. എന്തായാലും സംയുക്തമായി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളണം, ശക്തമായ രീതിയിൽ ഭീകരതയെ എതിർക്കണമെന്നാണ് ഷാങ്ഹായ് ഉച്ചകോടി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതോടൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇവർ ഒന്നിച്ച് ഒരു ഹ്രസ്വ സംഭാഷണം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി ഉള്ള കാര്യം തന്നെയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ രീതിയിൽ തന്നെ ഒരു രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇരട്ടിത്തീരുവ ചുമത്തിയൊരു ഘട്ടത്തിൽ വ്യാപാര ബന്ധം മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ ഊർജ്ജസ്വലമാക്കി അല്ലെങ്കിൽ കൂടുതൽ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക എന്ന് തന്നെയാണ് ഈ ഉച്ചകോടിയിലൂടെ എല്ലാം തന്നെ പരോക്ഷമായി ചെയ്യുന്നൊരു കാര്യം. കൂടാതെ കൂടുതൽ വ്യാപാര ബന്ധം വളർത്തുക എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതെല്ലാം ഈ സന്ദർശനത്തിലൂടെ അതോടൊപ്പം തന്നെ ഈ ഉച്ചകോടിയിലൂടെ എല്ലാം തന്നെ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഈ പുടിനുമായുള്ള ചർച്ച ഇപ്പോൾ തുടങ്ങിയെന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഉഭയകക്ഷി ചർച്ച, റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, മോദിയും പുടിനും തമ്മിൽ ചർച്ച നടത്തും. എന്തായാലും ആ ചർച്ച 1 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും മോദി അടുത്ത സുഹൃത്താണെന്നാണ് പുടിൻ വ്യക്തമാക്കിയൊരു കാര്യം. ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. കൂടാതെ പുടിൻ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. മോദി പറഞ്ഞൊരു കാര്യം, പുടിൻ്റെ സന്ദർശനത്തിനായി ഇന്ത്യ കാത്തിരിക്കുന്നു എന്നാണ് മോദി പറഞ്ഞൊരു കാര്യം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോദിയുടെ ഒരു പരാമർശം അല്ലെങ്കിൽ മോദി പുടിനോട് പറഞ്ഞൊരു കാര്യം, യുക്രൈൻ സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് മോദി ആവശ്യപ്പെട്ടു എന്നതാണ് ഒരു റിപ്പോർട്ടായി ഇപ്പോൾ പറയാനുള്ളത്. കൂടാതെ ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം തുടരാൻ തന്നെയാകും തീരുമാനമെന്നതാണ് ലഭിക്കുന്ന ഒരു സൂചന. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ചർച്ച തുടരുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കി കൊണ്ടുപോകും. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച തുടരുകയാണ്. മോദിയും പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഇപ്പോൾ തുടരുകയാണ്. MS ശരി, സുപ്രധാനമായിട്ടുള്ള ആ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.